ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീവിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം ഹരിനാമ സങ്കീർത്തനം പാടി ലോകത്തിൽ ഹരിയുടെ കരുണ കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാഞ്ചജന്യം മുഴക്കി ഗീതാമൃതം പൊഴിച്ച കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീവിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം വേദസാരാമൃതം ഭാഗവതാമൃതം നാരായണ 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 നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 നമോ നമസ്തേസ്തു സഹസ്രകൃത്വഃ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. നമഃ പുരസ്താദഥ പൃഷ്ഠതസ്തേ. നമോസ്തുതേ സർവദയേവ സർവ. സശംഖചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലകൗസ്തുഭശ്രിയം നമാമി വിഷ്ണും
ശിരസാ ചതുർഭുജം നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ യാതൊന്ന് കാൺമതത് നാരായണ പ്രതിമ യാതൊന്ന് കേൾപ്പതത് നാരായണ ശ്രുതികൾ യാതൊന്ന് ചെയ്വതത് നാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ പരമകിമുബഹൂക്ദ്യാ ത്വൽപദാംഭോജഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം
വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാധൽ സ്വ ഭക്തിം ഗുരുപവനപുരേശ ത്വയ്യുപാധൽ സ്വ ഭക്തിം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഒന്നാമത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 38-ാമത് ശ്ലോകം മുതൽ 2 ശ്ലോകം. സവേദധാതു പദവിം പരസ്യ ദുരന്തവീര്യസ്യ രഥാംഗപാണേ യോ മായയാ സന്തതയാനുവൃത്യാ ഭജേത തൽപാദസരോജഗന്ധം. അധേഹധന്യാ ഭഗവന്തയിത്തം യദ്വാസുദേവേ അഖിലലോകനാഥേ കുർവന്തി സർവാത്മകമാത്മഭാവം നയത്ര ഭൂയ പരിവർത്ത ഉഗ്രഹ. അധേഹധന്യാ ഭഗവന്ത ഇത്തം യദ്വാസുദേവേഖിലലോകനാഥേ കുർവന്തി സർവാത്മകമാത്മഭാവം നയത്ര ഭൂയ പരിവർത്ത ഉഗ്രഹ. ഭക്തിയുടെ വിവിധ തലങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ 2-3 ശ്ലോകങ്ങളുടെ താല്പര്യം വർണ്ണിച്ചത്. നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള വാക്കാണ് ഭക്തി 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 എന്ന്. ഭക്തിയില്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഭക്തി ഉണ്ടാക്കിയെടുക്കുവാനാണ് സകല വിധത്തിലുള്ള ആധ്യാത്മിക സാധനകളും ചെയ്യുന്നത് എന്ന് വളരെ വിസ്തരിച്ച് ഭാഗവത മാഹാത്മ്യത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അനുസ്മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതൊക്കെ ശ്രദ്ധയോടുകൂടി കേട്ടിട്ടുള്ളവർക്ക്, വല്ലപ്പോഴും കേൾക്കുന്നവർക്ക് ഇത് പിടികിട്ടാൻ സാധ്യതയില്ല, മനസ്സിലാക്കാൻ പ്രയാസമാകും. കാരണം ഇതിൻ്റെ ഒരു തലം വേറെ തന്നെയാണ്. ഭക്തിയുള്ളവർക്ക് മാത്രമാണ് ഭാഗവതത്തെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് ഇപ്പോഴിവിടെ 4 തരത്തിലുള്ള ഭക്തിയെക്കുറിച്ച് വിവരിച്ചത്. അതോ ഈശ്വരനെ ദൈവമായി കാണുന്ന ആ ഒരു ഭക്തിയാണ് ഒന്നാമത്തേത്. ദാസ്യഭക്തിയാണ് 2-ാമത്തേത്. സഖ്യഭക്തി 3-ാമത്തേത്. വാത്സല്യഭക്തി 4-ാമത്തെ ഭക്തി. ഈശ്വരൻ സ്വന്തം കുട്ടിയാണ് എന്നുള്ള ഭാവനയോട് കൂടിയിട്ട് ആ ഭാവത്തോടു കൂടി ആരാധിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വരുന്നതാണ് ഈ ഒരു വാത്സല്യഭക്തി എന്ന് പറയുന്നത്. ഈ വാത്സല്യഭക്തിയിലേക്ക് എത്തണമെങ്കിൽ ഭാഗവതം കേൾക്കണം. പ്രത്യേകിച്ചും ശൃണ്വന്തി ബാലചരിതാനി ച ശന്തമാനി. കണ്ണനാമുണ്ണിയെ കാണുമാറാകണം, കാറൊളി വർണ്ണനെ കാണുമാറാകണം. കിങ്ങിണി നാദങ്ങൾ
കേൾക്കുമാറാകണം. ഇങ്ങനെ ഉണ്ണികൃഷ്ണന്റെ ദിവ്യലീലകള് ആ ഒരു തലത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ശ്രീകൃഷ്ണനെ ബലരാമനെ ഒക്കെ തന്നെ വാത്സല്യ ഭക്തിയോടുകൂടിയിട്ട് ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ, ആശ്രയിക്കാൻ സാധിക്കുകയുള്ളൂ. പേടിക്കാനില്ല അങ്ങനെയാണെങ്കിൽ. എന്നാലും അത്യാവശ്യം ചില പേടികളൊക്കെ ഉണ്ടാവും. കാരണം കയ്യിൽ ശൂലവുമായി, കഴുത്തിൽ വലിയ ഘോരസർപ്പവുമായി, രുദ്രാക്ഷവും തലയോടുമായി, പുലിത്തോലുമായി, വെണ്ണീറണിഞ്ഞ് ശരീരം മുഴുവൻ ചുടലഭസ്മം ധരിച്ച് വാരിത്തേച്ച്, ജടാമകുടം ജട കൊണ്ടുള്ള കിരീടം ധരിച്ച്, കടുന്തുടിയോടുകൂടിയിട്ടുള്ള ഈ ശൂലം അനക്കിക്കൊണ്ട് ചലിപ്പിച്ചുകൊണ്ട് താണ്ഡവ നൃത്തം ചെയ്യുന്ന മഹാദേവനോട് നമുക്കൊന്നും പറയാനില്ല. ആ നൃത്തം വളരെ അകലെ വെച്ച് വീക്ഷിക്കാൻ സാധിച്ചുവെങ്കിലായി. ചിലപ്പോൾ അതും സാധിക്കില്ല. നേരെ മറിച്ച് ബാല ഗോപാല കൃഷ്ണ ഓടി വരികന്റെ ബാലകൃഷ്ണ. ഇങ്ങനെ പറയുന്ന സമയത്ത് കൊച്ചുകുട്ടിയെ അരികിലേക്ക് വിളിക്കുന്ന ഭാവത്തിലാണ് പെരുമാറുന്നത്. ഇത് മനസ്സിൽ ഓർമ്മിക്കുക. ഈ ഭക്തിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന നാലാമത്തെ ഭക്തി. അതുകൊണ്ട് ഒരിക്കലും ഈ നാലാം ഭക്തി മറക്കരുത്. നാലാം ഭക്തി ഏതാണ്? വാത്സല്യ ഭക്തി. ഒരിക്കലും മറക്കരുത്. ഈശ്വരൻ സ്വന്തം കുട്ടിയാണെന്നുള്ള ഭാവത്തോടുകൂടി ഈ ഒരു ഭാവന മനസ്സിലുണ്ടാവണം. ഈ ഒരു ഭാവനയിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇത് ശരിയായിട്ടുണ്ടാവണമെങ്കിലുള്ള രണ്ട് മാർഗങ്ങൾ പറഞ്ഞു തരാം. ഒന്ന്, ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ ശ്രദ്ധയോടുകൂടിയിട്ട് കഥ പറയുന്ന യജ്ഞത്തിൽ, അല്ലാതെ കണ്ട് ഭാഗവതം മുന്നിൽ വെച്ചുകൊണ്ട് കുറച്ചത് പാരായണം ചെയ്തിട്ട് നാട്ടിലുള്ള കഥകളോ മറ്റ് വിശേഷങ്ങളോ പറയുന്ന കലാപരിപാടികളായിട്ട് ഇന്ന് നടത്തുന്ന ഭാഗവത സപ്താഹ യജ്ഞങ്ങളിലൊന്നും ഇത് കിട്ടിയിട്ട് കാര്യമില്ല. അതൊക്കെ പുറംപൂച്ചാണ്. അതിൻ്റെയൊക്കെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ചെയ്തവരും കാരണക്കാരായിട്ടുള്ളവരും അത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യിച്ചാൽ അതിൻ്റെ ദോഷങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. കാരണം 4 പേർക്കും അതിൻ്റെ ഫലമുണ്ട്. ചെയ്ത ആൾക്ക്, ചെയ്യിച്ച ആൾക്ക്, അതിന് കാരണക്കാരായിട്ടുള്ളവർക്ക്, അനുമോദിക്കുന്നവർക്ക്. അതുകൊണ്ട് അതല്ല ഇത്. കാരണം ഇതിനൊരു തലമുണ്ട്. ശുഗബ്രഹ്മ ഋഷി പരീക്ഷത്തിന് 7 ദിവസം കൊണ്ട് ഉപദേശിച്ച ഭാഗവതമാണ് ഇപ്പോഴും മുന്നിലുള്ളതെങ്കിൽ അത് ജ്ഞാനയജ്ഞമായിട്ട് നടത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പോയാൽ പിന്നില്ലല്ലോ. നെല്ലിൻ്റെ ഉള്ളിൽ ആ ബീജമില്ലെങ്കിൽ പിന്നെ അതിന് നെല്ലെന്ന് പറയാറില്ലല്ലോ. ഉമി എന്നല്ലേ പറയുള്ളൂ, ചൂളി എന്നല്ലേ പറയുള്ളൂ. അതുപോലെ ഈ ഭാഗവതത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടുന്നത് എന്താണോ അത് കിട്ടുന്ന സമയത്ത് അത് വേറെ എങ്ങനെ പറഞ്ഞാലും മനസ്സിലാവില്ല. അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുക. രസികന്മാരെ, നിങ്ങൾ ഭാഗവതത്തിൻ്റെ രസം ആവോളം നുകർന്നാലും എന്ന് പറയുന്നത് ശ്രദ്ധയോടുകൂടി. 4-ാം ദിവസം ഞാനിത് പറയാൻ ഒരു ബന്ധം കൂടിയുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? ഭാഗവത സപ്താഹ യജ്ഞം സാധാരണ 7 ദിവസങ്ങളിലാണ്. അതിനെയാണ് ഭാഗവത സപ്താഹ യജ്ഞം എന്ന് പറയുക. 7 ദിവസങ്ങൾ കൊണ്ട് നടത്തുന്നതുകൊണ്ടാണ് ഈ യജ്ഞത്തിന് ഭാഗവത സപ്താഹ യജ്ഞം എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു. സാധാരണ ഭാഗവതം വായിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ ഫലം കിട്ടും 7 ദിവസം കൊണ്ടുള്ള ഒരു യജ്ഞത്തിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചാൽ. ഇത് അപൂർവമാണ്. ഇനി അഥവാ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ നോട്ടീസിൽ ഉണ്ടായത് കൊണ്ടോ അനൗൺസ്മെൻ്റ് കൊണ്ടോ കാര്യമില്ല. നമ്മൾ അവിടുന്ന് നമുക്ക് കിട്ടേണ്ടത് കിട്ടണം. അങ്ങനെയുള്ള യജ്ഞങ്ങൾ കലിയുഗത്തിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഭാഗവതത്തിലൂടെ മുന്നോട്ട് പോകാൻ. അതിൽ
ഈ 4-ാം ദിവസം വൈകുന്നേരമാണ് ശ്രീകൃഷ്ണ അവതാരം. മറ്റൊന്നുമില്ല, നിയമമാണ്, ഭാഗവതത്തിൻ്റെ നിയമമാണ്, സപ്താഹ യജ്ഞത്തിൻ്റെ നിയമമാണ്. 4-ാം ദിവസം വൈകുന്നേരമാണ് ശ്രീകൃഷ്ണ അവതാരം. ഒരിക്കലും മറക്കരുതേ, 4-ാം ദിവസം വൈകുന്നേരം. അതുകൊണ്ടാണ് ഇവിടെ 4-ാമത്തേതായിട്ട് വാത്സല്യ ഭക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ദിവ്യ ചരിത്രം പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ കേൾക്കാനിടവരികയാണെങ്കിൽ ഈ വാത്സല്യ ഭക്തി ഒന്നുകൂടി മനസ്സിലാവും. പിന്നീട് മറ്റൊരു വഴി നമ്മൾ ഭൗതികത്തിൽ അനുഭവിക്കണമെങ്കിൽ വൃന്ദാവനത്തിലേക്കൊന്ന് പോവുക. സാധിക്കുകയാണെങ്കിൽ ഈ ഭാഗവതത്തിലെ ദശമസ്കന്ധം വേണ്ടതുപോലെ ശ്രദ്ധയോടുകൂടി പഠിക്കുകയോ വായിക്കുകയോ കേൾക്കുകയോ ചെയ്തതിന് ശേഷമാണ് പോകേണ്ടത്. അല്ലെങ്കിൽ വേറെ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്, ഗർഗഭാഗവതം, ഗർഗസംഹിതമൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ പിന്നീട് വേറൊരു തലത്തിലാണ്. ഈ ഭാഗവതത്തിലൂടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലലീലകൾ കേട്ടുകഴിഞ്ഞാൽ അത് മാത്രം കേട്ടാൽ മതി എന്നാണ് പറയുക. അത് കേട്ടാൽ തന്നെ ദുഃഖം തീരും. ശൃണ്വന്തി ബാലചരിതാനിജ ശന്തമാനി, അങ്ങനെ കേൾക്കാൻ ഇടവരുന്നുണ്ടെങ്കിൽ ആ ബാലലീലകളിലൂടെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു വാത്സല്യ ഭക്തിയാണ്. അതായത് ഉണ്ണിയെ രാവിലെ കുളിപ്പിക്കുന്നു. രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ കുളിപ്പിക്കുന്നില്ല, ചില കർമ്മങ്ങളൊക്കെ വേറെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും കുളിപ്പിക്കും. അതുപോലെ ഭക്ഷണം കൊടുക്കും. രാവിലെ അധികം വൈകാതെ ഭക്ഷണം കൊടുക്കും. കാരണം കൊച്ചുകുട്ടിയല്ലേ, വിശക്കുന്നുണ്ടാവില്ല എന്നുള്ള ഭാവത്തിൽ. ഈ കാച്ചാത്ത പാല് കൊണ്ട് കൊടുക്കുകയല്ല, ഇന്ന് കാച്ചിയിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുള്ള പാലാണ് ഭഗവാൻ നിവേദ്യം. കഴിഞ്ഞ് വെണ്ണ കൊടുക്കുന്നു, പഴം കൊടുക്കുന്നു, കൽക്കണ്ടം മുന്തിരിയൊക്കെ ഇഷ്ടമായതുകൊണ്ട് അത് കൊടുക്കുന്നു. കൊച്ചുകുട്ടികൾ എങ്ങനെയാണോ, അത് കഴിഞ്ഞിട്ട് അലങ്കാരമാണ്. അതിമനോഹരമായിട്ടുള്ള വസ്ത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കി കുറി അണിയിച്ച് തൊടുകുറിയിട്ട് പീലിത്തിരുമുടി നല്ലതുപോലെ ഒതുക്കി ആ തലമുടി കെട്ടി, ധാരാളം തലമുടി ഉണ്ടാവും. കുട്ടികൾക്ക് പണ്ട് കാലഘട്ടത്തിലൊക്കെ അങ്ങനെയാണ്. ഈ ആൺകുട്ടികളാണെങ്കിൽ ജനിച്ചു കഴിഞ്ഞാൽ തലമുടി മുറിക്കുകയാണെങ്കിൽ മുടി മുറിക്കുന്നതിന് കുറേ വർഷങ്ങൾ കഴിയണം, ആ ചടങ്ങുകളുണ്ട്. അതുപോലെ ഇതൊക്കെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ചെയ്യുന്നത് വരെ. അതുകൊണ്ടാണ് മുടിയൊക്കെ വെച്ച് കെട്ടി അതിൽ പീലിയൊക്കെ കുത്തി, തിരുമുടിയിൽ പീലിയും പിച്ചകവും ചാർത്തി തിരുനെറ്റി തന്നിൽ നല്ല തൊടുകുറിയും ചാർത്തിയിട്ട് ഇങ്ങനെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുള്ള ആ ഭാവം, അതൊക്കെ ഓരോരോ ഭാവമാണ്. അപ്പോൾ തലേ ദിവസത്തെ ആ വസ്ത്രമൊക്കെ ഇങ്ങനെ മാറ്റിവെച്ച് കുളിപ്പിച്ചു കഴിഞ്ഞ ഉടനെയുള്ള ഭാവം, തോർത്തിക്കുന്ന ഭാവം, ഇങ്ങനെയൊക്കെയാണ് ഈ വാത്സല്യ ഭക്തി എന്ന് പറയുന്നത്. ഈ രീതിയിൽ വൃത്തിയായിട്ട് കിടക്കും ആ സ്ഥലങ്ങളൊക്കെ. ഭഗവാന്റെ മുറി ഒരു ശ്രീലകം എന്നുള്ള നിലക്ക് ഇങ്ങനെ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ, നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ശ്രീലകത്തിൽ ആ പരിശുദ്ധിയോടുകൂടി നിലനിർത്തും. ഗുരുവായൂരിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ വാസ്തു സംബന്ധമായിട്ടുള്ള വ്യത്യാസം കൊണ്ട് ചിലപ്പോഴും ആരാധനാ സമ്പ്രദായത്തിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഈ വാത്സല്യം മഹാപ്രഭു തന്നെയാണ് ഭഗവാൻ എന്നുള്ള നിലക്കും രണ്ട് നിലയിലും കൂടിയിട്ടാണ് കാണുന്നത്. അതേതൊക്കെയാണ് ഈ രണ്ട് ഭാവം? ഒന്ന് ബ്രഹ്മഭാവം, മറ്റൊന്ന് കുട്ടിയായിട്ടുള്ള ഭാവം. ഈ രണ്ട് നിലയിലും. പക്ഷെ എല്ലാവർക്കും ആ കുട്ടിയായിട്ടുള്ള ഭാവത്തിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് രണ്ടും ചേർന്ന ഭാവനയിലാണ് നമ്മുടെ ഈ നാട്ടിലൊക്കെ ആരാധനാ സമ്പ്രദായം ഉള്ളത്. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഉത്തരദേശങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ, ഉത്തരേന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ, മധുരയിൽ ചെന്ന് കഴിഞ്ഞാൽ, ദ്വാരകയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് കാണുന്നത്. കാരണം നമ്മുടെ ഇവിടെ നിവേദ്യ സാധനങ്ങൾക്ക് ചില ലിസ്റ്റുണ്ട്, ചില നിയമങ്ങളുണ്ട്. അതനുസരിച്ചിട്ടാണ് സമർപ്പിക്കുക. നേരെ മറിച്ച് അവിടങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ രാവിലെ ഇവിടെ തൃച്ചംബരത്ത് ശ്രീകൃഷ്ണ ഭഗവാന് പെരുമാൾ എന്നാണ് പറയുക. ആ തൃച്ചംബരത്ത് ഭഗവാന് നിവേദിക്കുന്നത് രാവിലെ ചിലപ്പോൾ നിവേദിക്കുന്നത് നല്ല നെയ്പായസവും വെള്ള നിവേദ്യവും പാൽപ്പായസവും വെണ്ണയും പാലും ഒക്കെയാണ് നിവേദിക്കുന്നതെന്ന് വിചാരിക്കുക. കദളിപ്പഴമൊക്കെ ഇതുപോലുള്ളൊരു നിവേദ്യ സമ്പ്രദായമായിരിക്കില്ല ഉണ്ടാവുക അവിടെ മറ്റു തരത്തിൽ രാവിലെ ഉണ്ടാകുന്ന പലഹാരങ്ങൾ എന്താണോ അതൊക്കെയാണോ നോക്കുക. അപ്പോൾ എന്താണോ നമ്മൾ
ആ കൊച്ചുകുട്ടി ആണെന്നുള്ള ഭാവനയോടുകൂടി കഴിഞ്ഞുകൂടുന്നു. അതുപോലെ തണുപ്പുള്ള സമയമാണെങ്കിൽ പുതക്കാനായിട്ടുള്ള നല്ല നല്ല വസ്ത്രങ്ങൾ കൊണ്ട് ആ വിഗ്രഹമാണെങ്കിൽ പോലും പുതപ്പിച്ചിട്ടും, ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഫാൻ ഒക്കെ ഇട്ട് കൊടുത്തിട്ടും, ഇന്ന് എങ്ങനെയൊക്കെയാണോ നമ്മളൊരു കുട്ടിയെ സംരക്ഷിക്കുന്നത് ആ ഭാവനയിൽ സംരക്ഷിക്കുന്ന ഒരു ഭക്തി ഉണ്ടെങ്കിൽ അതാണിവിടെ വാത്സല്യ ഭക്തിയായിട്ട് ഭാഗവതത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാലേ ഇനി അങ്ങോട്ടുള്ള, അതുകൊണ്ടാണ് പലർക്കും ഇതൊന്നും പിടികിട്ടാതെ വരുന്നത്, ആ ഒരു തലത്തിലെത്തുന്നില്ല. ഒരു അമ്മ ഒരു കുട്ടിയെ എന്ന പോലെ ഈശ്വരനെ സേവിക്കുന്നു. യശോദാദേവി എക്സാമ്പിൾ എന്ന് പറയില്ലേ, നമ്മൾ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇവിടെ യശോദാദേവി തന്നെ. ഭാഗ്യമുണ്ടെങ്കിലേ അത് സാധിക്കുള്ളൂ എന്നാണ്. ഒരുപക്ഷെ ശ്രീകൃഷ്ണന്റെ ബലരാമന്റെ ഒക്കെ ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളിലൊക്കെ ഈ ഒരു ഭാവത്തിലാണ് ഈശ്വരനെ പൂജിക്കുന്നത് മേൽശാന്തിമാർ, അല്ലെങ്കിൽ അവിടുത്തെ പ്രധാന പൂജാരി എന്ന് പറയും, മേൽശാന്തി എന്നൊക്കെ പറയും. മേൽശാന്തി അവരൊക്കെ തന്നെ പ്രധാന അർച്ചകൻ, പ്രധാന പുരോഹിതൻ, മുഖ്യ പുരോഹിതൻ എന്നൊക്കെ പറയുമല്ലോ. അവരൊക്കെ ആ ഒരു ഭാവത്തിലാണ് കാണുന്നത് യഥാർത്ഥത്തിൽ ആ ഭഗവാന്റെ ഓരോ ഭാവനയും ആ രീതിയിലാണ്. ധാരാളം വിളക്കുകളൊക്കെ വെക്കുന്ന ക്ഷേത്രങ്ങളായിരിക്കുമല്ലോ. നെയ്യ് കൊണ്ടുള്ള വിളക്കാണ് വെക്കുന്നത്, പരിശുദ്ധമായ നെയ്യ് കൊണ്ടാണ് വിളക്ക് വെക്കുന്നതെങ്കിൽ ആ വിളക്കുകളൊക്കെ ഒരു പരിധിക്കാണ് വെക്കുക വിഗ്രഹത്തിൻ്റെ. അതിൻ്റെ ചൂട് ഒരുപാടാവരുത് എന്നുള്ള നിലക്കാണ്. അതുപോലെ ചില സ്ഥലത്തൊക്കെ വിളക്കൊക്കെ ധാരാളമായിട്ട് വെക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പിറകിൽ ചില രഹസ്യങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുണ്ട് കേട്ടോ. ഞാൻ 1-2 സ്ഥലങ്ങളിൽ വിഗ്രഹങ്ങൾ കണ്ടിട്ടുണ്ട്. രാവിലെ അതിമനോഹരമായ ചന്ദനമുഷ്ടി, ആ മരത്തിൻ്റെ കഷ്ണം, അതിനാണ് മുഷ്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അരച്ചെടുത്ത നല്ല ചന്ദനത്തിൽ കുങ്കുമകേസരം ചേർത്ത്, പരിശുദ്ധമായ പനിനീര് ചേർത്ത്, പച്ചക്കർപ്പൂരം ചേർത്ത് ഉണ്ടാക്കുന്ന അതിമനോഹരമായ കുറിക്കൂട്ട്, കളഭക്കൂട്ട്, ഔഷധമാണത്. അങ്ങനെയുള്ള ആ കളഭക്കൂട്ട് കട്ടിയിലുണ്ടാക്കുന്ന സാധനം ധാരാളം എടുത്ത് ശരീരത്തിലൊക്കെ, ഈ വിഗ്രഹത്തിലൊക്കെ ഇങ്ങനെ വാരി, കരിങ്കല്ലിൻ്റെ വിഗ്രഹത്തിലൊക്കെ വാരി ഇങ്ങനെ പറ്റിച്ച് എടുത്ത് കട്ടിയിൽ വെച്ച് നല്ല വസ്ത്രം കൊണ്ട് പൊതിഞ്ഞ് വീണ്ടും അതിൻ്റെ മുകളിൽ അലങ്കാര വസ്ത്രങ്ങളൊക്കെയാണ് ധരിപ്പിക്കുന്നത്. ഇതിനാ കാരണം എന്ന് വെച്ചാൽ ഈ ചൂടൊന്നും ബാധിക്കാതിരിക്കണം രാവിലെ മുതൽ വൈകുന്നേരം വരെ. ശരീരം എപ്പോഴും കുളിർമയായിട്ടുണ്ടാവണം. ഇതൊക്കെ വിഗ്രഹത്തിലുള്ള ഭാവനയാണ്. ഇത് പണ്ട് മധുരയിൽ വെച്ച് യശോദാമ്മ തോഴിമാരോട് കൂടിയിട്ട് എങ്ങനെയാണോ ശുശ്രൂഷിച്ചത് കണ്ണനെ, എണ്ണ തേച്ചു കുളിപ്പിച്ചും വെണ്ണപാലിവ നൽകിയും, എണ്ണ തേച്ചു കുളിപ്പിച്ചും വെണ്ണപാലിവ നൽകിയും, കണ്ണനെ പോറ്റിയോരമ്മയ്ക്ക് എണ്ണി എണ്ണി നമിപ്പു ഞാൻ, എണ്ണി എണ്ണി നമിപ്പു ഞാൻ. യശോദ ഭവനം ഇന്നും വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആ നന്ദഭവനത്തിൽ യശോദയുടെ അടുക്കള കാണാൻ നടത്തും. ഭഗവാന് പാല് കാച്ചി കൊടുത്ത ആ സ്ഥാനവും അവിടുന്ന് വെണ്ണയൊക്കെ എടുത്തെടുത്ത് കൊടുക്കുന്ന സ്ഥാനമൊക്കെ ഇപ്പോഴത് ശ്രീലകത്തിനോട് ചേർന്നുള്ള എന്താ പറയുക, തിടപ്പള്ളി പോലെ, ക്ഷേത്രങ്ങളിലെ തിടപ്പള്ളി പോലെ പരിശുദ്ധമായ ഭാവത്തിൽ നിലനിർത്തി കാണുന്നതൊക്കെ അന്നുള്ള അടുക്കളയാണ്. കാരണം ഇതൊരു മഹാഭാഗ്യമായിട്ടാണ്. അപ്പോൾ ആ യശോദാമ്മ അന്ന് ചെയ്തതുപോലെയാണ് ഗുരുവായൂരുള്ള തിരുമേനി മേൽശാന്തി ഇപ്പോഴും കണ്ണനെ പരിപാലിക്കുന്നതെന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. ആ ഒരു ഐശ്വര്യമാണ് അവർക്ക്. പൂജാദിന ബ്രഹ്മലോകം എന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് വാത്സല്യ ഭക്തിക്ക് ഉദാഹരണമാണ്. കാരണം ഭഗവാനെ കാണണമെന്ന് ഗോപികമാർ മുഴുവൻ കൊതിച്ചു. വൃന്ദാവനത്തിൽ ഓരോരുത്തരും കൊതിക്കുന്ന രംഗം, അത്രമാത്രം സൗന്ദര്യത്തോടുകൂടി വൃന്ദാരണ്യത്തിൽ വാണോരു കൃഷ്ണ, സൗന്ദര്യത്തിൻ്റെ സത്ത
സത്തായ കൃഷ്ണ. ഇന്ദു ചൂടനും ബ്രഹ്മനുമെല്ലാം വന്ദിച്ചിടുന്ന ലോകൈകനാഥ. ആടിപ്പാടി വരുന്നോരു നിന്റെ മോടിയേറിന കോമളരൂപം തേടി തേടി വലഞ്ഞു ഞാൻ കണ്ണ. ഓടി വന്നിടുകൻ മുൻപിൽ വേഗം. പീലി തന്നിടാം മൗലിയിൽ ചാർത്താൻ, കോലു തന്നിടാം പൈക്കളെ മേയ്ക്കാൻ. ചേലിൽ ചാർത്തുവാൻ മാലകളേകാം, ചാലേ കെട്ടുവാനേലസ്സു നൽകാം. വൃന്ദാരണ്യത്തിൽ വാണോരു കൃഷ്ണ, സൗന്ദര്യത്തിൻ്റെ സത്തായ കൃഷ്ണ. ഈ ഭാവനയിൽ വാത്സല്യ ഭക്തിയിലൂടെ കോടാനുകോടി ആ ഹൃദയങ്ങൾ ഭഗവാനെ ഏറ്റെടുത്ത് മനസ്സിലാക്കി ആശ്രയിക്കുന്ന ഒരു ഭാവനയാണ് വാത്സല്യഭക്തി. ഇനി ഈ വാത്സല്യഭക്തിക്കുള്ള പ്രമാണം, അടിസ്ഥാനം എവിടെ നിന്നാണ് കിട്ടുക? ഈ വാത്സല്യഭക്തിക്കുള്ള പ്രമാണം കിട്ടുന്നത് വേറെ എവിടുന്നുമല്ല, ഭഗവാൻ കാരാഗൃഹത്തിൽ മധുരയിൽ കാരാഗൃഹത്തിൽ ജയിലറയിൽ, കംസന്റെ ജയിലറയിൽ അഷ്ടമീരോഹിണി സുദിനത്തിൽ അർദ്ധരാത്രിക്ക് അവതരിച്ചതിന് ശേഷം ആ ഭഗവാന്റെ ഓരോ സുദിനങ്ങളിലുമുള്ള ലീലകൾ മുഴുവനും ബാലലീലകളായിട്ട് അനുസ്മരിച്ച് കഥകൾ അങ്ങനെ പറഞ്ഞു തരും. പക്ഷെ അതിനിടയിൽ തന്നെ ഒരു വിശേഷം ഉണ്ടായി എന്ന് പറഞ്ഞുവല്ലോ. ഈ മധുരയിൽ ജയിൽ അറയിൽ ഭഗവാൻ അവതരിച്ചു. ശംഖ് ചക്ര ഗദാപദ്മങ്ങളോടുകൂടി അതിസുന്ദരമായ മന്ദഹാസത്തോടുകൂടി ഭഗവാൻ സൗന്ദര്യോത്തരതോപി സുന്ദരനായിട്ട് അവതരിച്ചു ജയിലിൽ, കാരാഗൃഹത്തിൽ. അങ്ങനെ അവതരിച്ച ഭഗവാന്റെ ആ 4 കൈകളോടുകൂടിയിട്ടുള്ള വിശേഷപ്പെട്ട അലൗകികമായ ഭാവത്തെ മാറ്റിവെച്ചുകൊണ്ട്, ആ മാറ്റിവെക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ അച്ഛനമ്മമാരോടാണ് പറഞ്ഞത്. അച്ഛനമ്മമാർ അതായത് ദേവകിയും വസുദേവരുമാണ്. ഈ ദേവകി വസുദേവന്മാരോടായിട്ട് ഭഗവാൻ അവസാനമായിട്ട് പറഞ്ഞ, അതായത് ഈ ജയിലറയിൽ നിന്നും തൻ്റെ ദിവ്യരൂപത്തെ മറച്ചു വെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് പറഞ്ഞ ചില വാക്കുകളുണ്ട്, സ്തുതിയൊക്കെ കഴിഞ്ഞതിന് ശേഷം. ആ വാക്കിലാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, യുവാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൃ ചിന്തയന്തോ കൃതസ്നേഹോ. നിങ്ങൾ എന്നെ പുത്രഭാവത്തിലായാലും ബ്രഹ്മഭാവത്തിലായാലും ആശ്രയിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് വാത്സല്യഭക്തിക്ക് അടിസ്ഥാനം എന്ന് പറഞ്ഞത്. ഇവിടെയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. വാത്സല്യഭക്തി എന്ന് പറയുന്നത് വെറും പുത്രഭാവത്തിൽ, അമ്മ അച്ഛൻ അവരൊക്കെ പുത്രഭാവത്തിൽ, ബന്ധുക്കളും ആ ബന്ധുവായിട്ടുള്ള കൊച്ചുകുട്ടിയുടെ ഭാവത്തിൽ ഇങ്ങനെ ആശ്രയിക്കുന്ന ഒരവസ്ഥയിൽ വാത്സല്യഭക്തി എന്ന് പറഞ്ഞത് 4ാമത്തേതാണ്. ഈ 4 ഭക്തിയെക്കുറിച്ചും ഒന്ന് ചുരുക്കി അനുസ്മരിച്ചു. ഇനി 5ാമത്തെ ഭക്തി 6,
ആ ഭക്തി മാർഗത്തെക്കുറിച്ചാണ് അടുത്ത ശ്ലോകങ്ങളിലൂടെ അനുസ്മരിക്കുന്നത്. മാധുര്യഭക്തി, പ്രേമഭക്തി, അതാണ് ഇനി അങ്ങോട്ടുള്ള അടുത്ത സുദിനത്തിലെ കഥാഭാഗങ്ങളായിട്ട് അനുസ്മരിക്കുന്നത്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ആത്മയോനിസ്വയം ജാതോ വൈഖാനഃ സാമഗായന ദേവകീനന്ദന സ്രഷ്ടാ ക്ഷിതീശ പാപനാശന ശംഖവൃന്ദഗീ ചക്രീ ശാർങ്ങധന്വാഗദാധര രഥാംഗപാണിരക്ഷോഭ്യഃ സരോവപ്രഹരണായുധ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.